ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാര്യം തന്നെ നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗാർഡൻ പോലെയാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബിലീഫ്, നമ്മുടെ ഇമോഷൻസ് ഇവയൊക്കെയാണ് നമ്മൾ ആ ഗാർഡനിൽ നടുന്ന വിത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ചിന്തകൾ നടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല റിസൾട്ട്സ് കിട്ടും. മോശമായിട്ടുള്ള ചിന്തകൾ നടുന്നവരെ സംബന്ധിച്ച് മോശം റിസൾട്ട്സ് കിട്ടും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊരു ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മുടെ ഉള്ളിൽ മാറുമെന്നുള്ളതാണ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് പണമുണ്ടാക്കാൻ കഴിയില്ല, എന്നെ ആരും സ്നേഹിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സ് അത് അങ്ങനെ തന്നെയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു ചിന്ത ഒരു പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ വന്നു, ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് അയ്യോ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലോ, അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്യും. ഇത് ഒരു പ്രാവശ്യം നമ്മുടെ മൈൻഡിലേക്ക് വന്നതുകൊണ്ട് മാത്രം അങ്ങനെ സംഭവിക്കില്ല. എന്നാൽ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആ ജോലി അയാളിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഒരു സ്റ്റെപ്പ് എടുത്താലോ? ഈ ഒരു എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ശക്തമായി വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം അതിന് തൊട്ട് താഴെ നിങ്ങൾക്കത് പറ്റുമെന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ഒന്ന് എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉടനെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം നമ്മൾ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുവാൻ നമ്മളിപ്പോൾ പുതുതായിട്ട് എഴുതിയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കഴിയണമെന്നില്ല. എന്നാൽ നിരന്തരമായിട്ട് നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ, അതായത് പുതിയ രീതിയിലുള്ള ഒരു വിശ്വാസം, പുതിയ രീതിയിലുള്ള ഒരു ചിന്ത നിരന്തരമായിട്ട് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ ഒരു പാറ്റേൺ അങ്ങോട്ട് മാറാൻ തുടങ്ങും. ഒപ്പം തന്നെ അതിന് തക്കതായിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് എങ്കിലും നമ്മളൊന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ ബിലീഫിലൂടെ, നമ്മുടെ ഈ ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ വലിയ വലിയ മിറാക്കിൾസ്, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളെയും നമുക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഏതൊക്കെ ചിന്തകൾ ആവർത്തിക്കണം, ഏതൊക്കെ ചിന്തകൾ വിട്ടുകളയണം എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അങ്ങനെ പരിശീലിക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നല്ല നല്ല ചിന്തകളെയും നല്ല നല്ല വിശ്വാസങ്ങളെയും തിരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഓക്കെ ഫ്രണ്ട്സ്.